Hello, children. So let's move on to rotational spectroscopy. ഈ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി വേറൊരു പേരിൽ നമ്മൾ പറയുന്നതാണ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ആ പേര് വരാൻ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും റൊട്ടേഷൻ. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് റൊട്ടേഷൻ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ആ മോളിക്യൂളിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതിൻ്റെ സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡി ഉള്ളതാണ്. നമ്മൾ റൊട്ടേഷണൽ മോഷൻ്റെ സ്റ്റഡി ആയതുകൊണ്ടാണ് അതിൻ്റെ പേര് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പേരുള്ളത്. മൈക്രോവേവ് എന്നുള്ളൊരു പേര് വരാൻ കാരണം ബിക്കോസ് ഈ റൊട്ടേഷൻ ഇപ്പോൾ ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഹാവ് എ മോളിക്യൂൾ റൈറ്റ് H2O, okay, so I want to suppose I want to do a rotation along this axis. ഇങ്ങനെയാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചാൽ the next position is going to be like this, right? അപ്പോൾ ഇതിങ്ങനെ ഇത് ഫ്ലിപ്പ് ചെയ്ത് അതായത് റൊട്ടേറ്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി റൊട്ടേഷൻ ഈ പ്ലേ ഇറ്റ്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഇറ്റ്സ് ഗോയിങ് ഔട്ട് ആ ഡയറക്ഷനാണ് ഇങ്ങനെ. ഓക്കെ, ഇത് പോകുമ്പോൾ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇസ് a new position. Now this is what is the rotation, and ഇത് നടത്തണം എന്നുണ്ടെങ്കിൽ you need some energy for that, and that is given from the ഇത് സാധിക്കുന്നത് ഈ മൈക്രോവേവ് റീജിയൻ എന്നുള്ള നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ മൈക്രോവേവ് റീജിയനിലുള്ള വേവ് ലെങ്സോ ഫ്രീക്വൻസിയോ എനർജിയോ എന്താ വെച്ചാൽ നമുക്ക് ഏത് ഭാഷയിൽ പറയാം, അത് എടുക്കുമ്പോൾ ഇറ്റ് വിൽ കോസ് ദം ടു റൊട്ടേറ്റ്. ഓക്കെ, സോ ദാറ്റ് is why we also name this as microwave spectroscopy. അപ്പോൾ എന്താണ്, let's just give a quick definition. It involves the study of transitions between quantized rotational energy levels of gaseous, very important ആണ്, നമ്മൾ gaseous സ്റ്റേറ്റിലാണ് നമ്മളിത് സ്റ്റഡി ചെയ്യണത്. Okay, gaseous molecular species, and so see study of transitions. അതായത് if you have rotational levels ൻ്റെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസിഷൻസ് of gaseous molecular species, and how is it happening, which is induced by absorption of radiation in the ഈ പറഞ്ഞ പോലെ മൈക്രോവേവ് റീജിയൻ. ഈ മൈക്രോവേവ് റീജിയൻ എന്ന് പറയുന്നത് 1 to 100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. നൗ ഇത് നമ്മൾ ആദ്യമായിട്ടുള്ള തുടക്കമായോട് ഞാൻ പറയാം, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കഴിഞ്ഞ യുവർ ലാസ്റ്റ് വീഡിയോ ഹൗസ് വി ഡെൽറ്റ് വിത്ത് ദാറ്റ്, ആൻഡ് അവിടെ നമുക്ക് ഓരോ റീജിയൻസ് നമ്മൾ പറഞ്ഞില്ലേ, ആ ഓരോ റീജിയൻസ് നിന്നാണ് ഓരോ സ്പെക്ട്രോസ്കോപ്പി ഇവോൾവ് ചെയ്തേക്കുന്നത്. ഓക്കെ, നൗ അതിൽ തന്നെ നമ്മൾ like I told you, I can specify in lambda, I can specify in frequency, I can specify with energy, I can specify with also wave number. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ എനിക്ക് ഇങ്ങനെ പറയാം. ആൻഡ് റിമെമ്പർ, ഓരോ സ്പെക്ട്രോസ്കോപ്പി ഏതെങ്കിലും ഈ നമ്മൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം സ്പെസിഫൈ ചെയ്യണത് ഓരോ യൂണിറ്റ്സിലാവും. ഓക്കെ, ഓർ വി യൂസ് different like for example electronic spectroscopy, you would go for lambda. Okay, when you go for microwave okay varumborum you're going for wave number, infrared wave number. So angane and frequency, when you go for NMR and all, you talk more about frequency. So adoru shailiyana, it is nothing wrong, but that is how the convention is. Okay, so please remember that. Now this is only studied for gases. It is not studied for solids
and liquids. Okay, solids and liquids എന്ന് പറയുമ്പോൾ we have a big no. No, it doesn't happen there. Now, why it is? Because there is no well-defined, അതായത് well-defined rotational levels condensed സ്റ്റേറ്റിൽ ഇല്ല. ഓക്കെ, ഈ റൊട്ടേഷണൽ ലെവൽസ് ഡിഫൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അല്ലേ ഈ ട്രാൻസിഷൻസ് ക്ലിയർ ആവുള്ളൂ, റൈറ്റ്? സോ അത് നമുക്ക് വെൽ ഡിഫൈൻഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എസ്പെഷ്യലി ഇൻ ദ സോളിഡ്സ് ആൻഡ് ദ ലിക്വിഡ് സ്റ്റേറ്റ്സ് അപ്പോൾ നമുക്കൊരു പ്യുവർ റൊട്ടേഷണൽ ഇത് നമുക്ക് കിട്ടുന്നില്ല, റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടുന്നില്ല. സോ ദാറ്റ്സ് വൈ വി ഡോണ്ട് ഗോ ടു സ്റ്റഡി ഇറ്റ്. ഒരു ഹേസി ടൈപ്പ് ഒക്കെയാണ്. ഓക്കെ, നൗ ലെറ്റ് മീ ഗോ ഫോർ ദി എസെൻഷ്യൽ കണ്ടീഷൻ. ഇതിൽ വെരി ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ദി എസെൻഷ്യൽ കണ്ടീഷൻ. അതായത് ഒരു മോളിക്യൂള് ഈ മൈക്രോവേവ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്? ദാറ്റ്സ് വാട്ട് വി വോണ്ട് ടു ലുക്ക്. ഓക്കെ, so a very essential condition is the molecule must have a permanent dipole moment. ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയും ഒരു വലിയൊരു സെറ്റ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ? ഉള്ളി ഇതിൽ തന്നെ ഒരു ചെറിയ സെറ്റ് ഉള്ളതാണ് മോളിക്യൂൾസ് വിത്ത് ഡൈപോൾ മൊമെൻറ്റ്. ഇവർ മാത്രമേ റൊട്ടേഷണൽ സ്പെക്ട്ര കാണിക്കുള്ളൂ. സോ നമുക്ക് എത്രയോ മോളിക്യൂൾസ്, എത്ര അനവധി മോളിക്യൂൾസ് ഉണ്ടെങ്കിലും എല്ലാവരും റൊട്ടേഷണൽ സ്പെക്ട്ര കാണിക്കില്ല. only those that have a permanent dipole moment. Now let me just show you how it is happening. Okay, so you have a molecule, ഞാനൊരു diatomic molecule AB എടുക്കുകയാണ്. Okay, and let me say that this is going to rotate like this. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇതിൽ this is slide, ഇത് രണ്ട് ആറ്റം ആയതുകൊണ്ട് there is a difference in electronegativity. ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഷെയർഡ് ഇലക്ട്രോൺ വിൽ ഗോ മോർ ടു വൺ സൈഡ്, അല്ലേ? അതല്ലേ ഇലക്ട്രോനെഗറ്റിവിറ്റി, ദി എബിലിറ്റി ഓഫ് the species or of an atom to to draw the bonded എടുത്ത് ഓർത്തോളം bonded pair of electrons more to its side. അതായത് ഷെയർ ചെയ്യുക പറഞ്ഞാൽ ഈക്വലി ആയിരിക്കണം, അതല്ല ഇവിടെ. സോ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് വിൽ ഗെയിൻ എ സ്മോൾ നെഗറ്റീവ് ആൻഡ് എ സ്മോൾ പോസിറ്റീവ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ there is a charge separation. ഈ ചാർജ് സെപ്പറേഷൻ വരുമ്പോൾ what do you get? You will get a something called a dipole moment. ഇങ്ങനെയാണ് അത് വരയ്ക്കുക. and the dipole moment is always from plus to negative. Okay, now let me say that I have a ഒരു electromagnetic wave വരികയാണ് like this. Okay, and strikes this molecule. എയിലെ സ്ട്രൈക്ക് ചെയ്യണു എന്നല്ല കേട്ടോ, ആ മോളിക്യൂളിലാണ്. ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ഇറ്റ് ക്രൗഡിങ്, എല്ലാം കൂടി ഇവിടെ കാണുമ്പോൾ ഒരു വൃത്തിയുടെ ആവേണ്ട വെച്ചിട്ട് ഒരു നീറ്റായിട്ട്. സോ ദിസ് ഈസ് മൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. എവിടുന്ന്? നമ്മുടെ മൈക്രോവേവ് റീജിയൻ എന്നാണ് കേട്ടോ. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? okay, so what will happen is that, let me just make it a bit clear for you. Okay, ഇവിടെ I am going to now take the I'm going to look into the dipole moment. Fine, so I've taken that. So ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ബി മുകളിലോട്ട് വരും. ഐ എം റൊട്ടേറ്റിംഗ് ഇറ്റ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദിസ് പേപ്പർ ഓർ ബോർഡ് ഓർ വാട്ട് എവർ യു വോണ്ട് ടു കോൾ ഇറ്റ്, സ്ക്രീൻ. സോ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ you are going to see that A will come down and B will go up. So what will happen to the dipole moment ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് മാറും. Okay, then വീണ്ടും when I go for a rotation, I'm going to draw two more. So I just, what will happen? ഇത് വീണ്ടും ഇതേ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ what will you get? It will come to this direction and finally to this direction. So what is happening is that ഇത് ഞാനൊരു പെർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ് ER1 എന്ന് പറയുകയാണെങ്കിൽ, അതായത് റൊട്ടേഷണൽ എനർജി 1.
this is definitely another rotational energy state, ER2. Okay, ഇത് രണ്ട് എനർജി സ്റ്റേറ്റ് ആണ്. സോ ലെറ്റ് മീ ഗോ ഓൺ വിത്ത് എൻ എക്സാമ്പിൾ ഓഫ് HCl. HCl എന്ന് പറഞ്ഞാൽ ഹൗ ഇസ് HCl? HCl. ഓക്കെ, കളേർഡ് ആയിട്ട് എഴുതുകയാണ്. ആൻഡ് ഐ ഹാവ് ദി dipole moment in this direction. Okay, now ഒരു anti-clockwise rotation ആയിട്ടാണ് I am going to go. Okay, so I am just going to show for an easy I will just write the okay. So ഇത് ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ പോകുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ H ഇവിടെ വരുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഐ ഹാവ് Cl ഹിയർ ആൻഡ് യാ. ഓക്കെ, ദെൻ another rotation I will have വീണ്ടും ക്ലോക്ക് വൈസ് what will I get? H will come here and I will have Cl here, right? വീണ്ടും ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ I will get H on the top and Cl at the bottom. So let me see how my dipole moment മാറുന്നത്. In this case, see, it will go this direction. In this case, it will come to this direction. In this case, it will come to this direction. So this is how. So ഇവിടെ സംഭവം എന്താ, വേറൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ്, ഡൈപോൾ മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരു രീതിയിലും മാറില്ല. മാഗ്നിറ്റ്യൂഡ് ഈസ് നോട്ട് ചേഞ്ചിങ്. ഓക്കെ, സോ ഡൈപോൾ മൊമെൻറ്റ് ഉള്ള മോളിക്യൂൾസേ നടത്തുള്ളൂ ആൻഡ് അവിടെ മാഗ്നിറ്റ്യൂഡ് ഈസ് നോട്ട് ചേഞ്ചിങ്. അതായത് അതിൻ്റെ വാല്യൂ മ്യൂ എന്ന് പറയുന്ന വാല്യൂ ഇത്ര ഡിബൈ ഇല്ലേ, വിച്ച് ഈസ് ദ ചാർജ് ഇൻ ടു ദ ഡിസ്റ്റൻസ്. ഓക്കെ, ഇ ഇൻ ടു ഡി എന്ന് പറയുന്നത് സോ മച്ച് ഡിബൈ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഈ ഒരു ക്വാണ്ടിറ്റി ഡസ് നോട്ട് ചേഞ്ച്, ആ മാഗ്നിറ്റ്യൂഡ്. പക്ഷെ ചേഞ്ച് വരുന്നത് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ദി ഡയറക്ഷൻ. ഓക്കെ, നൗ ദിസ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ദാറ്റ് റൊട്ടേഷണൽ സ്പെക്ട്ര നമുക്ക് കിട്ടുന്നത് ഇസ് ഓൺലി ഫോർ മോളിക്യൂൾസ് that have a permanent dipole moment and there is a change in dipole moment on rotation. This is the very important criteria. Dipole moment ulla molecules കാണിക്കുള്ളൂ ആൻഡ് ആ ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾസിൽ റൊട്ടേഷൻ വരുമ്പോൾ, അതായത് അവർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ there must be a change in dipole moment. ആ ചേഞ്ച് ഇവിടെ കാണുന്നത് ഇസ് ഓൺലി ഇൻ ഡയറക്ഷൻ. അതാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. അതായത് ഡയറക്ഷനാണ് മാറുന്നത്, മാഗ്നിറ്റ്യൂഡ് അല്ല. സോ ഐ ഹോപ്പ് ദാറ്റ് എസെൻഷ്യൽ കണ്ടീഷൻ ഓഫ് മൈ rotational spectroscopy is clear. Okay, now let us say that we have a electromagnetic wave of say nu1 frequency. Okay, and it is allowed to strike on the molecule. അതായത് നമ്മുടെ ഒരു മോളിക്യൂൾ എ ബിയിലേക്ക് I am allowing this to this is coming and striking. ഇതിൻ്റെയാണ് nu1 frequency. Okay, now ഈ nu1 ശരിക്കും പറയുന്നത് you know my electromagnetic waveൽ there is a magnetic component, magnetic field, or as you say there is a electric field which is mutually perpendicular to each other, and that is these two are mutually perpendicular to my direction of propagation. ഒരു 3-dimensional wave ആണത്. ആ ഒരു ഇതിൽ വെൻ യു ലുക്ക് ഇൻ ടു ദാറ്റ് യു വിൽ സീ ദാറ്റ് ഇവിടെ റൊട്ടേഷൻ ഇറ്റ് ഇസ് ദി ഇലക്ട്രിക് കോമ്പണൻറ്റ് ദാറ്റ് ഇസ് ഇൻറ്ററാക്ടിങ് വിത്ത് ദ മാറ്റർ. എപ്പോഴും നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ ഏത് കോമ്പണൻ്റ് ആണ് ഇൻറ്ററാക്ട് ചെയ്യണേ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. സോ ഹിയർ ഈ ഇലക്ട്രിക് കോമ്പണൻറ്റിൻ്റെ ഫ്രീക്വൻസിയാണ് ഞാനിവിടെ എടുത്ത് പറയണേ. ആൻഡ് വെൻ ദാറ്റ് frequency it matches, okay,
it matches the frequency. What is that? Where are the frequency in the nu2, and what is this frequency of? The frequency of the changing dipole moment. അപ്പോൾ ഈ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം, അതിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഈ റൊട്ടേഷനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയുടെ ഇതും ഈ nu1ഉം ഇത് മാച്ചസ്. ഓക്കെ, വെൻ ഇറ്റ് മാച്ചസ് nu2, what will happen is this radiation will be absorbed by this molecule and it will rotate with higher energy. സംഭവം അതാണ്. അതായത് ഇത് റൊട്ടേഷൻ ഇവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ പോണത്, അത് കൂടെ ഹയർ ഫ്രീക്വൻസിയിൽ റൊട്ടേഷൻ വരുന്നതാണ് അവിടെ പോണത്. ആ ഒരു യു വിൽ സീ ദാറ്റ് ലേറ്റർ ഓൺ. ഓക്കെ, ഹൗ ഇറ്റ് കംസ്. ദെൻ ദി എനർജി, ആൻഡ് ഈ ഒരു കേസിലാണ് ഞാൻ പറഞ്ഞത് എനർജി ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് E1 ആണ്, ഹയർ സ്റ്റേറ്റ് E2, ഇത് രണ്ടും ഫിക്സ്ഡ് ആണ്. സോ ഇടയിലുള്ള വാല്യൂ, അതായത് E1ഉം E2ൻ്റെ ഇടയിലുള്ള വാല്യൂ ഒന്നും പെർമിറ്റഡ് അല്ല. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി സേ ക്വാണ്ടൈസ്ഡ്. മനസ്സിലായോ? ആ ക്വാണ്ടൈസേഷൻ കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് E1 എന്ന് E2യിലേക്കേ പോവുള്ളൂ, ഇടയിലുള്ള വാല്യൂസ് ഇല്ല. So this is why we say rotational energy levels are quantized. Now let me go to some example of some molecules which have your which show rotational spectra. So ഞാൻ പറഞ്ഞ പോലെ ഡയറ്റോമിക് മോളിക്യൂൾസ് കാണിക്കും, പക്ഷെ അതിൽ ഹോമോ ന്യൂക്ലിയർ വെച്ചാൽ രണ്ട് സെയിം ആറ്റംസ് ഉള്ളത്, ലൈക്ക് യുവർ H2, O2, N2, ഇവരാരും റൊട്ടേഷണൽ സ്പെക്ട്ര കാണിക്കില്ല. അപ്പോൾ ആരാണ്? when you take HCl, okay, then carbon monoxide, nitrogen and the nitric oxide, H2O, ഇങ്ങനെയൊക്കെ പല polar molecules. Now look, CCl4 ഇത് കാണിക്കില്ല. Why? Because അവിടെ ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് എടുക്കാവൂ കേട്ടോ. CCl4 ബോൺസ് ആർ പോളാർ. നമ്മൾ വളരെ ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഹിയർ പോളാറും നോൺ പോളാർ മോളിക്യൂൾസ് പഠിക്കുമ്പോൾ this each has a dipole. The bonds are polar. But in this case, because net dipole moment in this direction, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ it cancels each other and CCl4 is not polar. ഇതാണ് നമ്മുടെ അവിടുത്തെ example. Now we come into certain, we want to now try to find the equation for my energy levels. അതിൽ ഒരു ടോപ്പിക് I just want to, basic topics ആണ് ഇവിടെ ഞാൻ എടുക്കുന്നത്. In the next lecture I'll go into the derivation, but I would like to introduce the topic of moment of inertia. Got it? So what is moment of inertia? Now let me just go into some basic കുറച്ച് ഫിസിക്സിലേക്ക് നമുക്കൊന്ന് കയറാം. What is linear momentum? Linear momentum, I'm going only for the mathematical expressions, okay? Here നമ്മൾ P ആയിട്ടാണ് പറയുക, and we say it is mass into linear velocity. Now റൊട്ടേറ്റ് ചെയ്യാൻ ഒരു മോളിക്യൂളിന് നമ്മളൊരു ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറയും, ഇല്ലേ? And that is related to rotation, and that we say it is equal to I omega, where omega is the angular velocity, and your I is the moment of inertia. Now ഇത് വെച്ചിട്ട് നമ്മൾ ഈ നമ്മുടെ ലീനിയർ മൊമെൻറ്റവും ആംഗുലർ മൊമെൻറ്റം വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മൈ ലീനിയർ വെലോസിറ്റി, വിച്ച് മീൻസ് ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇസ് സംതിങ് ദാറ്റ് ടെൽസ് യു അബൌട്ട് ദ മാസ്. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇസ് സംതിങ് അബൌട്ട് ദി മാസ് ഇറ്റ് സെൽഫ്. അത് നമ്മൾ ആ ഒരു കോറിലേഷനിൽ നമ്മൾ പറയുകയാണ്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, സപ്പോസ് ഐ ഹാവ് എ ബോഡി, suppose I have a body like this, okay, or a diatomic, and I am going to apply a force, okay, a force on this such that it is going to rotate, okay, it's going to rotate in this direction, it is going to rotate. Now when e force ingane apply in a force like this body, okay, is actually resisting this force. ഈ റെസിസ്റ്റൻസ് ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അതായത്
നമ്മൾ the resistance to rotation is what we call the moment of inertia. So വേറൊരു ഭാഷയിൽ പറയുമ്പോൾ how much force must I apply to make this body to rotate, ഇതാണ് moment of inertia. Okay, and if I take a two particle problem, okay, ഇങ്ങനെ talk about two particle, നിങ്ങളുടെ ഒരു ലെവലിൽ two particle പറയുന്നുള്ളൂ. Suppose I have, okay, this is suppose this particle which is separated by a distance r, and we have m1 and m2, okay, രണ്ട് മാസ് m1 and m2 ഡിഫറെൻ്റ് ആണ്, ആൻഡ് അവരുടെ ബോണ്ട് ലെങ്ത് ആണ് ഈ r എന്ന് പറയുമ്പോൾ we will say that there is something called a center of gravity. അവിടെ ബാലൻസ് ചെയ്യണത്, where the forces balance each other, and this r1 r2, and my moment of inertia is given by the formula m1 r1 square plus m2 r2 square. So this is a very important result. Okay, ഇതിൽ വെച്ചിട്ട് I would like to just introduce the topic of the different types of molecules and how the moment of inertia is. Okay, the moment of inertia is again a vector quantity. I mean I can actually resolve it into three vectors. Okay, അതായത് നമുക്കത് three directions along x direction, along the Cartesian coordinates x, y, z, എനിക്കിത് റിസോൾവ് ചെയ്യാം. Okay, so how does that happen? We talk about linear molecules. So if I have HCl, okay, now ഇത് എൻ്റെ പ്ലെയിൻ ആണെന്ന് വിചാരിക്കും. I can have a rotation like this along three directions. എനിക്ക് rotation ഉണ്ടല്ലോ, so this I call IA. Then I have a rotation along in this direction, that is IB, and I have a rotation along in this direction, which is IC. Okay, ഈ HClയുടെ കേസിൽ now see, when I am rotating along IA, ഇങ്ങനെയാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യണത്, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യണത്. Okay, when I rotate along this, the relative position of the particles does not change. ഇതാണ് സംഭവം. അതായത് ഞാൻ ഈ HCl ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഈ HCl ഇത് തന്നെ എനിക്ക് കിട്ടുന്നത്, റൈറ്റ്? ഏത് ചിരി ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കൂ, ആ പൊസിഷൻ ഒട്ടും മാറില്ല. നേരെ മറിച്ച് when I'm doing across IB എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വാട്ട് വിൽ ഹാപ്പൻ? ദിസ് വിൽ ഫ്ലിപ്പ്, അല്ലേ? ഇങ്ങോട്ട് വരും. when I rotate along IC, ഇത് മുകളിലോട്ട് വരും, നിങ്ങളുടെ അടുത്തേക്ക് വരും. ദിസ് H will come towards you and CL will come like this. So ഇങ്ങനെ പല relative positions മാറി. Okay, for IB and IC. But in the case of IA, ഞാൻ ഒട്ടും മാറില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ കുറച്ചാണ്, അത് വളരെ നെഗ്ലിജിബിൾ ആണ്. ആൻഡ് വാട്ട് വി ടേക്ക് ഇൻ ലീനിയർ മോളിക്യൂൾസ്, ദ റൊട്ടേഷൻ അലോങ് ദി the bond axis is taken to be 0. Okay, and you will come across this. നമ്മളിത് വളരെ കാര്യമായിട്ട് we'll be dealing with this later on also. So that's why I just thought I'll take this here. Then I have IB is always equal to IC. ഇത് സെയിം ആണ്. Okay, അത് ഒരു വാല്യൂ ഉണ്ട്. Moment of inertia is 0. So remember, for linear molecules, the rotation along the bond axis is taken as 0. It is 0. Negligible. 0 totally alla, it is almost 0. Negligible ana. Another thing we have is symmetric tops. ഈ സിമെട്രിക് ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പമ്പരം, ഇറ്റ്സ് ലൈക്ക് ദിസ്, റൈറ്റ്? ഇങ്ങനെയല്ലേ അത് ഇരിക്കുന്നത്? ഓക്കെ, ദിസ് ഇസ് ദ ഷേപ്പ്, റൈറ്റ്? അത് സോ ദിസ് ഇസ് മൈ ഇങ്ങനെ ദിസ് ഇസ് ഹൗ ഇറ്റ് വിൽ റൊട്ടേറ്റ്, അല്ലേ? സോ ഈ സിമെട്രിക് ടോപ്പിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് ഇങ്ങനെ ഉള്ളൊരു മോളിക്യൂൾസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ടോപ്പ് പോലെയാണ്. ഫോർ എക്സാമ്പിൾ സി, ഒരു എഫ് ഇവിടെയാണ്, ആൻഡ് ഐ ഹാവ് സേ ദാറ്റ് ഈസ് ഫ്ലൂറോമീഥേൻ. ഓക്കെ, ഫ്ലൂറോമീഥേൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ക്ലോറോമീഥേൻ, എനിത്തിങ് ഇൻ വിച്ച് വൺ ആറ്റം ഇസ് ഡിഫറെൻറ്റ്. ഇതിന് നമുക്ക് ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സി ഇറ്റ് ലുക്സ് ലൈക്ക് എ ടോപ്പ്. ആൻഡ് ഇറ്റ് ഇസ് സിമെട്രിക് because it's all same. So that is what we call as a
സിമെട്രിക് ടോപ്പ്. ഈ കേസിൽ നമുക്ക് നോക്കിക്കോളൂ, ഇവിടെ ഐ ഹാവ് ഇൻ ദിസ് ഡയറക്ഷൻ ഐ ഹാവ് IA, then I have IB like this, and I will have IC like this. ഓക്കെ, മൂന്നെണ്ണം ഇങ്ങനെ എടുക്കുമ്പോൾ ഈ കേസിലും യു വിൽ സി ഇവിടെ IA നമ്മൾ ചുറ്റുമ്പോൾ ഇറ്റ് ഇസ് IA ഹിയർ ഇസ് നോട്ട് ഈക്വൽ ടു 0. റിലേറ്റീവ് പൊസിഷൻസ് മാറുന്നുണ്ട്. ഓക്കെ, ഇഫ് ഐ ഹാഡ് നമ്പേർഡ് ദിസ് ദർ ഇസ് എ ചേഞ്ച്. ബട്ട് IB ആൻഡ് IC നമ്മൾ നോക്കുമ്പോൾ ദേ ആർ ഈക്വൽ. ഓക്കെ, ആൻഡ് but it will not be equal to IA, and they are all not equal to 0. Okay, now there are some conditions where IB is equal to IC. When IB is equal to and it is greater than IA, such a top is called a prolate top. And when I have IB equal to IC, when it is less than IA, it is called a oblate top. Okay, so symmetric tops are ഇങ്ങനെയാണ് how the moment of inertia is going to behave. So you have prolate and oblate. Then I can go to spherical tops. Spherical tops എന്ന് പറയുന്നത് നമ്മുടെ സെയിം തിങ് ലൈക്ക് മീഥേൻ ഇസ് വെരി മീഥേൻ ടോട്ടലി സിമെട്രിക് ആണ്, സ്ഫെറിക്കൽ ആണ്, ഒരു സ്ഫെറിക്കൽ ഇതാണ്. ഈ ഒരു കേസിൽ IA is equal to IB is equal to IC. In this case, all generally spherical tops are all non-polar molecules എന്ന് ഓർത്തോളൂ. സോ നമുക്കൊരു ചോദ്യം വന്നു, spherical tops, do they show rotational spectra? Are they microwave active? എന്ന് ചോദിച്ചാൽ no. The answer is no. They are not microwave active because ഒന്നുമില്ല, because they are non-polar. They don't have a dipole moment. Essential condition is they must have a dipole moment. Next, let's go to asymmetric tops. That's the last one. Asymmetric tops എന്ന് പറയുന്നത് is my ഒരു ബാക്കി എല്ലാ മോളിക്യൂൾസ് ഇതല്ലാത്തുള്ളത്. ഇവിടെ IA is not equal to IB is not equal to IC, depending on the fact that they have dipole moment. These are optically active. Okay, so with that I'll stop here, and we will go on in the next video to get the expression for the moment of inertia, and then we will go to get the expression for the rotational energy levels. We look into the levels, we go on to the selection rules and the applications. Thank you.